അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അവൻ്റെ നാമങ്ങളിലൂടെ പരിചയപ്പെടുകയാണ്, അറിയുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ നാമങ്ങൾ അവൻ അറിയിച്ചു തന്നത് അവനെ അറിയുവാൻ വേണ്ടിയാണ്. അവൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഒന്നായ റബ്ബ് എന്ന നാമത്തെയാണ് ഈ ക്ലാസ്സിൽ നാം അല്പം തദബ്ബുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത് അറിഞ്ഞ് ബോധ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. റബ്ബ് എന്ന പദത്തിന് രക്ഷിതാവ്, ഉടമസ്ഥൻ, ഭരണാധികാരി, അതേപോലെ തന്നെ വളർത്തി സംരക്ഷിക്കുന്നവൻ, പോറ്റുന്നവൻ, പരിപാലിക്കുന്നവൻ എന്നെല്ലാം വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. ഈ എല്ലാ ഗുണങ്ങളും റബ്ബിൻ്റേതാണ്, റബ്ബിന് മാത്രമുള്ളതാണ്, അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ മാത്രമാണ് രക്ഷിതാവ്, അവൻ മാത്രമാണ് വളർത്തി സംരക്ഷിക്കുന്നവൻ, അവൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് പരിപൂർണമായി ഹൃദയം കൊണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിക്കുവാൻ, യഖീനാകാൻ, ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വല്ല സംശയവും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ രക്ഷിതാവ് ആര് എന്ന് ചോദിച്ചാൽ നാം പറയും, ഞാനാകുന്ന പിതാവാണ്, ഞാനാകുന്ന മാതാവാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെ അറബി ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ടല്ലോ. റബ്ബുൽ അമൽ, എംപ്ലോയർ, തൊഴിൽ ഉടമ; റബ്ബുദ്ദാർ, വീട്ടുടമസ്ഥ; റബ്ബുദ്ദൗലത്ത്, ഭരണാധികാരി. ഇതൊക്കെ പറയാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഈ പറയുന്ന ഈ വാക്കും യഥാർത്ഥ റബ്ബായ അള്ളാഹു ആണ് എന്നും പറയുന്നതിൽ എന്താണ് എന്തെങ്കിലും വൈരുദ്ധ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൈബ്, സംശയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? എങ്കിൽ അതുകൂടെ ദൂരീകരിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽവാസികളായ തൻ്റെ കൂട്ടുകാർക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന വാക്കുണ്ട് സൂറത്ത് യൂസുഫിൽ. യാ സാഹിബൈ സിജ്ൻ, ജയിലിലെ എൻ്റെ സഹവാസികളെ, അമ്മ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറൻ, എന്നാൽ നിങ്ങളിൽ ഒരാൾ രക്ഷപ്പെട്ട് തൻ്റെ രാജാവിന് വീഞ്ഞ് വിളമ്പുന്നവനായിരിക്കും. അവിടെ റബ്ബ് എന്നാണ് പ്രയോഗിച്ചത്. അതേപോലെ തന്നെ അതിരൂക്ഷമായി ഖുർആൻ വിലക്കിയ ഏറ്റവും വലിയ പാപമായി കണ്ട ഒരു സംഗതി അന റബ്ബുക്കുമുൽ ആല എന്ന ഫിർഔനിന്റെ വാദവുമാണ്. ഒരേ സമയം ഭരണാധികാരിക്ക് റബ്ബ് എന്ന് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ സംഭവിക്കുന്നു. ഞാനാണ് ഏക റബ്ബ് എന്ന് ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫിർഔൻ പറയുമ്പോൾ അത് അതിഗുരുതരമായ ശിർക്കായി മാറുകയും ചെയ്യുന്നു. എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്ലിയറായി കിട്ടണ്ടേ? സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു പോരണ്ടേ? എൻ്റെ മക്കളുടെ രക്ഷിതാവ് എന്ന് ഞാൻ പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇതാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടേണ്ടത്. ആ കാര്യം ഒന്ന് പരിശോധിച്ചു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്, ഈ സൃഷ്ടി ലോകത്തിന് കൃത്യമായ കണിശമായ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതിന് ഖദർ എന്ന് പറയും. നമുക്കറിയാം, ഖദറിലുള്ള വിശ്വാസം പൂർണ്ണമാകാതെ തൗഹീദ് പൂർണ്ണമാവുകയില്ല, അള്ളാഹുവിലെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീതായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടി ലോകത്തിന് വെച്ച വ്യവസ്ഥ കുറ്റമറ്റ ഒരു വ്യവസ്ഥ, പരിശുദ്ധമായ ഒരു വ്യവസ്ഥ, കുറവില്ലാത്ത, ന്യൂനത കണ്ടെത്താൻ കഴിയാത്ത അത്രയും പരിശുദ്ധി നിറഞ്ഞ ഒരു വ്യവസ്ഥ നൽകിയിട്ടുണ്ട്. നോക്കുക, നമ്മളൊക്കെ സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ആലയിൽ പറഞ്ഞു സബ്ബിഹ്
നീ ആ അന്യൂനനാക്കി പരിശുദ്ധനാക്കണം. ഒരു ന്യൂനതയുമില്ലാത്ത റബ്ബിന്റെ നാമത്തെ നീ പരിശുദ്ധപ്പെടുത്ത്. സബ്ബിഹിസ്മ, ഇസ്മിനെ നീ തസ്ബീഹ് ചെയ്യ്, പരിശുദ്ധപ്പെടുത്ത്. റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ അഥവാ റബ്ബ് എന്ന നിന്റെ രക്ഷിതാവിന്റെ ആ നാമത്തെ പരിശുദ്ധിപ്പെടുത്ത്. അൽ ആല, അത്യുന്നതനാണവൻ, അതിൻ്റെ താഴെയാണെല്ലാം. അവനിൽ നിന്ന്, ആ ഉയർച്ചയിൽ നിന്ന് വരുന്നതാണെല്ലാം. ആ ഏകനായ റബ്ബിന്റെ നാമത്തെ നീ അന്യൂനമായി പരിശുദ്ധപ്പെടുത്ത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല അല്ലദീ ഖലഖ ഫസവ്വ, അതായത് എല്ലാത്തിനെയും സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തിയവൻ. വല്ലദീ ഖദ്ദറ ഫഹദ, അങ്ങനെ എല്ലാത്തിനും ഖദർ, വ്യവസ്ഥ നിശ്ചയിച്ചവൻ, എന്നിട്ട് അതിലൂടെ വഴി നടത്തുന്നവൻ. ആ ഒരു പരിശുദ്ധി, ആ ഒരു വ്യവസ്ഥ, അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് ഈ സൃഷ്ടി ലോകത്തിന് എന്ന് നാം വിശ്വസിക്കുന്നു, നാം അംഗീകരിക്കുന്നു. ആ വ്യവസ്ഥയിൽ പെടുന്നതാണ് എല്ലാം. മനുഷ്യന്റെ റബ്ബ് ആര് എന്നത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. യാ അയ്യുഹന്നാസ്, സൂറത്ത് ഹജ്ജ് 22-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, സർവ മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും വിളിച്ചു പറയുന്നു. മനുഷ്യരെ, ഇൻ കുന്തും ഫീ റൈബിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റൈബ് വരുന്നുണ്ടോ, സംശയം വരുന്നുണ്ടോ? ഫിൽ ബാസ്, ഉയർത്തെഴുന്നേൽപ്പിൽ, രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉള്ളിൽ കിടക്കുന്നുണ്ടോ എങ്കിൽ ഇതിലൂടെ തീരണം. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. സുമ്മ മിൻ നുത്ഫത്തിൻ, മണ്ണിലെ ജൈവ ഗുണങ്ങൾ ഭക്ഷിച്ച് വളർന്ന മാതാപിതാക്കളിൽ നിന്ന് രൂപപ്പെട്ട നുത്ഫത്ത്, ആ നുത്ഫത്തിൽ നിന്ന്. സുമമിൻ അലക്കത്തിൻ, അലക്കത്ത് പിന്നെ അലക്കത്താക്കി മാറ്റി. സുമമിൻ മുളുകത്തിൻ, അതൊക്കെ നമ്മൾ മുമ്പൊരുക്കെ പറഞ്ഞതാണ്, വിശദീകരിച്ചതാണ്. ഇനി തഫ്സീർ നോക്കി അതിന്റെ ആശയം കിട്ടും. മുളുകത്തിൻ, മുഖല്ലക്കത്തിൻ ഗൈരി മുഖല്ലക്കത്തിൻ, ഒരു രൂപം പറയാവുന്നതും രൂപം എങ്ങനെയെന്ന് വിവരിക്കാൻ പോലും പറ്റാത്തതുമായ പല പല ഘട്ടങ്ങളിലൂടെ. ലിനുബയ്യിനലക്കും, നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ റബ്ബ് അള്ളയാണ് എന്ന്, നിങ്ങളെ വളർത്തുന്നവൻ അവനാണെന്ന് ബോധ്യപ്പെടാൻ. അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവനാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത്. അല്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കാമായിരുന്നു. വേറെ രൂപത്തിലും അള്ളാഹ്ക്ക് എന്തും സൃഷ്ടിക്കാമായിരുന്നു. കണിശമായ ഒരു വ്യവസ്ഥയിലൂടെ അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിക്കാൻ കാരണം അള്ളാഹുവിന്റെ നാമങ്ങളുടെ വെളിച്ചം ഈ സൃഷ്ടിയിലൂടെ കണ്ടെത്താൻ സാധിക്കണം. സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹുവിനെ അറിയാൻ സാധിക്കണം അവന്റെ ഗുണങ്ങൾ എന്താണെന്ന്. അങ്ങനെ അവൻ നുബയ്യിനലക്കും വനുഖിറു ഫിൽ അർഹാം, ഗർഭാശയത്തിൽ അവൻ താമസിപ്പിക്കുന്നു. മാനശാവ്, അവൻ ഉദ്ദേശിക്കുന്ന അത്ര സമയം. ഇലാജനെ മുസമ്മ, ഒരു അവധി വരെ, കൃത്യമായി നിശ്ചയിച്ച അവധി വരെ. സുമ്മനുഖ്രിജുക്കും തിഫ്ലൻ, പിന്നെ ഒരു കുഞ്ഞായി നിങ്ങളെ പുറത്തെടുക്കുന്നു. ആരാണ് ഈ കുഞ്ഞിന്റെ രക്ഷിതാവ്? അതിന്റെ മാതാപിതാക്കളോ? ആരാണ് അതിനെ വളർത്തിയത്? ആരാണ് അതിനെ സംരക്ഷിച്ചത്? ആരാണ് അതിന് സൃഷ്ടി നൽകിയത്? ഓരോ ഘട്ടത്തിലും വേണ്ടത് നൽകി വളർത്തി വലുതാക്കി കുഞ്ഞാക്കിയത് ആര്? ഏകനായ ഒരു റബ്ബേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടാൻ. എങ്കിൽ മാതാപിതാക്കളുടെ ഒരു റോളുണ്ടല്ലോ. നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയിൽ റബ്ബി, എന്റെ ഏകനായ റബ്ബേ, ഇർഹംഹുമ, ആ എന്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണേ. കമാ റബ്ബയാനി, അവിടെ റബ്ബിന്റെ രൂപ പറഞ്ഞത്. കമാ റബ്ബയാനി, അവർ രണ്ടുപേരും എന്നെ വളർത്തിയതുപോലെ, എന്നെ വളർത്തി വലുതാക്കിയതുപോലെ. സഗീറ, ചെറുപ്പത്തിൽ. എന്താണ് തമ്മിൽ? ഏകനായ എന്റെ റബ്ബേ, എന്നെ വളർത്തി സംരക്ഷിക്കുന്നവനെ, എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി സംരക്ഷിച്ചതുപോലെ നീ അവർക്ക് കരുണ ചെയ്തു കൊടുക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ എന്താണ് അതിലെ ആ യുക്തി നിലനിൽക്കുന്നത്?
എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിന്റെ രൂപം, അതിനു വേണ്ട സംവിധാനങ്ങൾ മാതാവിലൂടെ ഒരുക്കി. ആ മാതാവിനെ അതിലൂടെ സംവിധാനിക്കുന്നത് റബ്ബാണ്. അതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ദൈവീകമായ ഗുണം വളർത്താനുള്ള അവസ്ഥ ആ മാതാപിതാക്കളിലൂടെ അള്ളാഹു നൽകുന്നു. കുഞ്ഞായി ജനിച്ചതിന് ശേഷം അഥവാ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭം, അതിനുശേഷം കുഞ്ഞായി ജനിക്കുന്ന സന്ദർഭത്തിലൊക്കെയും അള്ളാഹുവിന്റെ ദൈവീകമായ ഗുണങ്ങൾ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുന്നു. കാരുണ്യം, ആരുടേതാണ് കാരുണ്യം? അതേപോലെ തന്നെ സഹനശക്തി, അതിശക്തമായ സഹിക്കുവാനുള്ള, അതിനെ ഉൾക്കൊള്ളുവാനുള്ള ശക്തി നൽകിയത്. കാരുണ്യം, സ്നേഹം എല്ലാം അൺകണ്ടീഷനിലാണ്, ഒരു കണ്ടീഷനുമില്ലാതെ. ഏതെങ്കിലും ഒരു മാതാവ് വിചാരിക്കുന്നുണ്ടോ, ആ സന്ദർഭത്തിൽ പിതാവ് വിചാരിക്കുന്നുണ്ടോ ഈ കുഞ്ഞ് വിദേശത്ത് പോയി സമ്പാദിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്, ഒരു കണ്ടീഷനോട് കൂടെയാണ് ഞാൻ വളർത്തുന്നത് എന്ന്? ദൈവീകമായ കാരുണ്യം റബ്ബ് അള്ളാഹു അവന്റെ കാരുണ്യം ആ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. ആരുടേതാണ് കാരുണ്യം? ആരുടേതാണ് ഈ സ്നേഹം എന്ന വികാരം? ആരാണ് ഇട്ടുകൊടുത്തത്? എല്ലാം റബ്ബാണ് നൽകുന്നത്, റബ്ബിൻ്റെതാണ്, റബ്ബാണ് വളർത്തുന്നത്. അതിന് കാരണക്കാരായ അസ്ബാബുകൾ മാത്രമാണ് എൻ്റെ മാതാപിതാക്കൾ. അവർ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്. അതിനവർക്ക് നന്ദിയുള്ളവനായിരിക്കണം. യഥാർത്ഥ റബ്ബിന് ആരാധനയും യഥാർത്ഥ റബ്ബിനെ റബ്ബായി അംഗീകരിക്കാനും അവനോട് മാത്രം സഹായം തേടാനുമുള്ള ഒരു യഥാർത്ഥ ഈമാൻ നമ്മിൽ വളർന്നു വരണം. ആ ഒരു ഈമാൻ വളർന്നു വരാനാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ട് നമ്മിൽ ഉണ്ടാകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകിയിരിക്കുന്നത്. അതേപോലെ എല്ലാ ഗുണങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്ന അധികാരം തുഅ്തിൽ മുൽക മൻ തശാഉ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ എന്ന് നീ പറയണം റബ്ബിനെ. കുൽ അല്ലാഹുമ്മ, നീ പറയ അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ, എനിക്കുള്ള എല്ലാത്തിൻ്റെയും ഉടമസ്ഥനെ എന്ന് നീ അറിഞ്ഞ് ബോധ്യപ്പെട്ട് പ്രഖ്യാപിക്കണം. തുഅ്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നതാണ് ഈ അധികാരം. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നിരുന്ന അത് പിൻവലിക്കുകയും ചെയ്യുന്നവനാണ്. എല്ലാ അധികാരങ്ങളുടെയും എല്ലാ അള്ളാഹുവിന്റെ നാമങ്ങൾ അവന് ഏകപ്പെട്ടതാണെന്ന് അവന് മാത്രം അവകാശപ്പെട്ട് ബോധ്യപ്പെടുന്ന ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞു ബോധ്യപ്പെട്ട ഈമാനുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ